ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു റാഗ് ചാറ്റ് ബോട്ടിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ലാങ് ചെയിനും പൈത്തണും യൂസ് ചെയ്തിട്ടൊരു റിട്രൈവൽ ഓഗ്മെന്റഡ് ജനറേഷൻ ചാറ്റ് ബോട്ടിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ റാഗ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എക്സാമ്പിൾസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ റാഗ് എന്താണെന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നോളജ് കിട്ടും. പിന്നെ ലാംഗ്ജെയിന്റെ കാര്യം, ലാംഗ്ജെയിനെ നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാംഗ്ജെയിന്റെ ട്യൂട്ടോറിയൽ നിന്ന് കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം റാഗ് എന്ന് പറയുന്നത് റിട്രൈവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമ്മുടെ LLMസിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ, ഇപ്പം നിങ്ങൾ വിചാരിക്കുക നമ്മുടെ ചാറ്റ് GPT-നെയും ജെമിനിനെയൊക്കെ 2018 വരെയുള്ള ഡേറ്റ വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതിന് ഈ 2018 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ 2025 നിന്നിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് GPT പറയും, അന്നത്തെ പ്രസിഡന്റിന്റെ പേര് പറയും. ഓക്കെ, ആ ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റാഗ് വന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ ചാറ്റ് ജിപിറ്റിയോട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറന്റ് കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെർച്ചിങ് ഇൻ ദ വെബ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജ് കാണാം. ആ മെസ്സേജ് ചെയ്യുന്നത് റാഗ് ആണ്, റിട്രൈവൽ ഓഗ്മെന്റഡ് ജനറേഷൻ ആണ്. അപ്പം വെബിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ ആരാണെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ GPT ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു അനോളജി ഉണ്ട്. ഒരു സ്റ്റുഡന്റ് ഓപ്പണിംഗ് എ ടെക്സ്റ്റ് ബുക്ക് ഓർ നോട്ട്സ്, ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഉണ്ട്. പക്ഷേ എക്സാമ്പിളും പോട്ടെ, എക്സാം ഉണ്ട്. എക്സാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് നാൾ നിങ്ങൾ ക്ലാസ് വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ അത്യാവശ്യം ബ്രില്യൻ്റ് ആണ്, നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആൻസർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ LLMസിനോടും പറയുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വെബിൽ പോയി സെർച്ച് ചെയ്തോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റാബേസിൽ പോയി സെർച്ച് ചെയ്യുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PDF പോയി സെർച്ച് ചെയ്യുവോ, എന്ത് ചെയ്തോ എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനാണ് നമ്മൾ ഈ റാഗ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം റാഗ് ചാറ്റ് ബോട്ടിന്റെ കുറച്ച് യൂസ് കേസും കൂടെ ഒന്ന് പറഞ്ഞു പോയേക്കാം. കസ്റ്റമർ സപ്പോർട്ട് ബോട്ടുകൾ ഉണ്ടാക്കാൻ, സ്റ്റുഡന്റ് ഹെൽപ്പേഴ്സിനെ ഉണ്ടാക്കാൻ, ഇപ്പൊ PDF ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റീഡ് ചെയ്തിട്ട് ആൻസർ പറയുന്നത്. പിന്നെ കമ്പനി നോളജ് ബോട്ട്, ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഡേറ്റ പ്രൈവറ്റ് ആണ്, അപ്പൊ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഡോക്യുമെന്റ്സ്, HR ഗൈഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പൺ സോഴ്സ് മോഡലിനെ എടുത്തിട്ട് ഇതുപോലെ റാഗ് ചാറ്റ് ബോട്ടിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ ഇന്റേണൽ ഡോക്യുമെന്റ്സിനെയൊക്കെ ക്വറി ചെയ്യാനും HR ഗൈഡ്സിനെയൊക്കെ ക്വറി ചെയ്തൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ഒക്കെ പറയാനുള്ള ബോട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ന്യൂസ് ബോട്ടുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് PDF ബേസ്ഡ് റാഗ് ആണ്. ഓക്കെ, ഒരു PDF ഡോക്യുമെന്റ് നമുക്കുണ്ട്, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലാതെ അതിനെ കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ റാഗ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ വെബ്സൈറ്റ് ബേസ്ഡ് റാഗുകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വെബിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആൻസർ പറയുന്ന റാഗുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഡേറ്റാബേസിൽ പോയി സെർച്ച് ചെയ്യുന്ന റാഗുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ്, ഇതിന്റെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള, ഇപ്പം PDFും വെബ്സൈറ്റും API കണക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന റാഗിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന റാഗിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഈ റിട്രൈവർ നമ്മൾ എവിടെയാണോ ഡേറ്റ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ പോയി നോക്കും. എന്നിട്ട് റെലവെന്റ് ആയിട്ടുള്ള ചങ്ക്സ് ഓഫ് ടെക്സ്റ്റ് അതിനെ എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ LLMന് ഈ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പാസ് ചെയ്ത് കൊടുക്കും. അപ്പം LLM അതിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയും. ഓക്കെ, ഇതാണ് അതിന്റെ വർക്ക് ഫ്ലോ. ഓക്കെ, നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന എക്സാമ്പിള് പൈത്തണും ലാംഗ്ജെയിനും യൂസ് ചെയ്തിട്ടാണ്. ഒരു PDFനെ നമ്മൾ എടുക്കും, അതിനെ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എംബഡിങ് വെക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്യും. അത് ചെയ്തിട്ട് പിന്നെ ഒരു സിമ്പിൾ ക്വറി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ PDFനെ ബേസ് ചെയ്തിട്ട് ചോദിക്കും. അപ്പം നമ്മുടെ ബോട്ട് അതിനെ ആൻസർ പറയാൻ കേപ്പബിൾ ആയിരിക്കണം. അതാണ് നമ്മുടെ ഗോള്. ഓക്കെ, PDF ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ വെബ് സ്ക്രൈപ്പ് ചെയ്യാം, API കണക്ടേഴ്സ് യൂസ് ചെയ്യാം, കമ്പനി ഇന്റഗ്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കോഡിലോട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ കോഡിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ ഇവിടെ ഇപ്പൊ റണ്ണിങ് ആണ്, അതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഈ ടെർമിനലിനെ ഒന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് ഈ ഫയൽ സ്റ്റോർ ഞാനിപ്പോൾ റൺ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്, അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ഒന്നുകൂടെ കാണാം. ഓക്കെ, ഇപ്പൊ ഒന്നുമില്ല. ഇവിടെ ഞാനൊരു PDF ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ക്രിയേറ്റ് PDF എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഏത് PDF ആണോ അത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്താൽ മതി.
ഇപ്പൊ എന്റെ PDF എനിക്ക് PDF ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു PDF കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഒരു ഇന്നോവ ടെക് സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ആ PDF ഇതാണ്. ഓക്കെ, ഇന്നോവ ടെക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു PDF ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കമ്പനിയെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ PDFന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ PDFനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ ജെമിനിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ജെമിനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അറിയാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മൾ നോർമൽ ഒരു LLM-നോട് ചോദിക്കും, പിന്നെ നമ്മളുടെ റാഗിനോടും ചോദിക്കും. അപ്പം റാഗിന് ഇത് ആൻസർ ചെയ്യാൻ പറ്റും, നോർമൽ LLM ആൻസർ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു വർക്ക് ഫ്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ചാറ്റ് ബോട്ടിന്റെ കോഡ് നമ്മുടെ അടുത്ത് ഇവിടെ ഈ .env ഫയലിന്റെ അകത്ത് ഞാൻ ഗൂഗിൾ API സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗൂഗിൾ API നിങ്ങൾക്ക് AI സ്റ്റുഡിയോയിൽ പോയാൽ കിട്ടും. AI സ്റ്റുഡിയോയിൽ ജനറേറ്റ് ഗൂഗിൾ API എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ജനറേറ്റ് API എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ API ജനറേറ്റ് ചെയ്യാന്നുള്ളൂ, ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈബ്രറീസ് ഏതൊക്കെയാണ് എടുത്തേക്കുന്നത് നോക്കാം. ഇതിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ഒന്ന് ലാംഗ്ചെയിൻ വേണം, രണ്ടാമത്തേത് load.env വേണം, പിന്നെ ലാംഗ്ചെയിൻ കമ്മ്യൂണിറ്റി വേണം, പിന്നെ ഫായ്സ് ഇൻഡെക്സ് ഇമ്പോർട്ട് ചെയ്യണം, പിന്നെ ചാറ്റ് ഗൂഗിൾ ജനറേറ്റീവ് AI ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇതും പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഗൂഗിൾ ജെന്നയും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഇമ്പോർട്ട് OS എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിൽറ്റ് ഇൻ എന്താ പറയുന്ന മൊഡ്യൂൾ ആണ്. നമ്മൾ OS ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഫയൽ സിസ്റ്റം ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും പിന്നെ നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിൾസിനെ ലോഡ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ OS യൂസ് ചെയ്യുന്നത്. പിന്നെ ലാംഗ്ചെയിൻ കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ് ലോഡേഴ്സ് ഉണ്ട്. ഈ ഡോക്യുമെന്റ് ലോഡേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സിന് ലോഡ് ചെയ്തിട്ട് ഇപ്പം ഇവിടെ PDF ലോഡർ ഉണ്ട്. അപ്പം നമ്മൾ ഈ PDFനെ ഈ ഡോക്യുമെന്റ് ലോഡേഴ്സ് ലോഡ് ചെയ്തിട്ട് അതിനെ ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റും. അപ്പം ഈ ഡോക്യുമെന്റ് ഒബ്ജക്റ്റിന്റെ അകത്ത് മെറ്റാഡേറ്റാസ് കാണും, പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടന്റ് കാണും. അപ്പം മെറ്റാഡേറ്റ എന്ന് പറയുന്നത് ഇതിന്റെ സോഴ്സ്, പിന്നെ പേജ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ആ PDFന്റെ അകത്തെ ഓരോ പേജിലെ കണ്ടന്റ്സും അങ്ങനെ കാണും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റ് സ്പ്ലിറ്റർ ആണ്, റിക്കർസീവ് ക്യാരക്ടർ ടെക്സ്റ്റ് സ്പ്ലിറ്റർ. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ LLMസിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന ടോക്കൺസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ജെമിനിക്ക് 1 മില്യൺ ആയിരിക്കും, ചാറ്റ് GPTക്ക് ചിലപ്പം നമ്മൾ വലിയ പാരഗ്രാഫ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ കോഡൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എറർ അടിക്കുന്നതിനിട്ടില്ല, ഇത് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഈ PDFനെ കുറെ ചങ്ക്സ് ആക്കും. ഓക്കെ, വലിയൊരു PDF ആക്കുന്നതിന് ഇൻപുട്ട് നമുക്ക് ഒരിക്കലും മോഡലിന് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡലിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ PDFനെ നമ്മൾ ചങ്ക്സ് ആക്കും. ഓക്കെ, ഇങ്ങനെ ചങ്ക്സ് ആക്കി ചിലപ്പോൾ ഒരു ചങ്ക് എന്ന് പറയുന്നത് ഇത്ര ആയിരിക്കും. ഒരു നമ്മുടെ ഇതിൻ്റെ അകത്ത് 800 വേർഡ്സ്, അപ്പം ഇത്ര ആയിരിക്കും ഒരു ചങ്കായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചങ്ക് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ഇച്ചിരി ഓവർലാപ്പ്, നമ്മളൊരു 100 ഓവർലാപ്പ് ഇടുന്നുണ്ട്, ഇവിടുന്ന് വന്നിട്ട് ഒരു അടുത്ത 800 വേർഡ്സ് ആയിരിക്കും. അങ്ങനെ 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 നമ്മൾ പല പല ചങ്ക്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ചങ്ക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിക്കർസീവ് ക്യാരക്ടർ ടെക്സ്റ്റ് സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹഗ്ഗിംഗ് ഫേസ് എംബഡിങ്സ് ആണ്. ഈ ഹഗ്ഗിംഗ് ഫേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അവിടെ നമുക്ക് കുറെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മോഡൽസ് കാണും, നമുക്കത് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഹഗ്ഗിംഗ് ഫേസ് എംബഡിങ്ങിന്റെ അകത്തുനിന്ന് ഈ ഒരു സെന്റൻസ് ട്രാൻസ്ഫോർമേഴ്സിന്റെ അകത്തുനിന്ന് OLMINI-LM എന്ന് പറയുന്നൊരു മോഡൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പറഞ്ഞു ചങ്ക്സ് ആക്കിയെന്ന്. അപ്പം നമ്മുടെ LLMകൾക്ക് ഒരിക്കലും ഈ ടെക്സ്റ്റ് ഡേറ്റനെ പ്രോസസ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ടെക്സ്റ്റ് ഡേറ്റ എന്താണെന്ന് അറിയത്തില്ല. അവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിനെ മോഡലിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ന്യൂമറിക്കൽസും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ LLMന് മോഡൽ തന്നെയാണ് മോഡലും പോട്ടെ, ഈ ടെക്സ്റ്റ് തന്നെയാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്കിപ്പം എന്താ പറയാ, മീനിങ്ങിന്റെ ബേസിൽ ഈ ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യണം. നമ്മൾ ഈ ഫായ്സ് വെക്ടർ സ്റ്റോർ വെച്ചിട്ട് അതാണ് ചെയ്യുന്നത്. ഈ എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ന്യൂമറിക്കൽ വാല്യൂസ് ആക്കും. എന്നിട്ട് നമ്മളിപ്പം 2 വേർഡ്സ് ഉണ്ട്, 2 സെന്റൻസ് ഉണ്ട്, ഡോഗ്, പപ്പി എന്നൊക്കെ പറയുന്ന 2 സെന്റൻസ് ഉണ്ട്. അപ്പം ഈ ഡോഗും പപ്പിയൊക്കെ ഒരേ മീനിങ് വരുന്ന രീതിയിലുള്ള സെന്റൻസസ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേർഡ്സ് ആണ്. അപ്പം അവരെല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരിടത്ത് തന്നെ സേവ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ഇപ്പം അടുത്തടുത്തായിരിക്കും അതിന്റെ വേർഡ്സിന്റെ അറേഞ്ച്മെന്റ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ വെക്ടറൈസേഷൻ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനതൊരു
വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം വെക്ടറൈസേഷൻ പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതാണ്. ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പം ടെക്സ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതിനെ ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനെ വെക്ടറൈസ് ചെയ്ത് നമുക്കത് സെർച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ സിമിലർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ ഒന്നിച്ച് അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഫായ്സ് എന്ന് പറയുന്നൊരു വെക്ടർ സ്റ്റോർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വെക്ടർ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള വെക്ടർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെക്ടർ സ്റ്റോർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ലാംഗ്ജെൻ ഗൂഗിൾ ജെമിനി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജെമിനിനെ ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ എനെ വേണമെങ്കിൽ എടുക്കാം, ക്ലോഡിനെ വേണമെങ്കിൽ എടുക്കാം, എന്തിനെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ജെമിനി ഫ്രീ ആയതുകൊണ്ട് ജെമിനിനെ എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ക്രിയേറ്റ് റിട്രീവൽ ചെയിൻ. ഈ ലാംഗ്ജെൻ ക്രിയേറ്റ് റിട്രീവൽ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ LLMന് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. റിട്രീവർ മീൻസ് ഇതിന്റെ അകത്തോട്ട് നമ്മുടെ LLMന് വേണ്ട രീതിയിൽ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെയിനിങ് ആണ്. അതിന്റെ വർക്കിംഗ് ഞാൻ അവിടെ കോഡിന് നോക്കുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. പിന്നെ ക്രിയേറ്റ് സ്റ്റഫ് ഡോക്യുമെന്റ്സ് ചെയ്യുന്നത്, ഇതും നമ്മുടെ LLMന്റെ ഈ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിട്രീവൽ ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ 3 ഡോക്യുമെന്റ്സ്, ഇപ്പം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ഡോക്യുമെന്റ്സ് നമ്മൾ എടുത്തുകൊണ്ട് വരും. റെലവെന്റ് ആയിട്ടുള്ള 3 നമ്മൾ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് പറഞ്ഞുതരാം. എന്നിട്ട് അതിനെ നമ്മൾ ഈ ക്രിയേറ്റ് സ്റ്റഫ് ഡോക്യുമെന്റ്സ് ചെയിൻ്റെ അകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ LLMന് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്. ഓക്കെ. പിന്നെ ചാറ്റ് പ്രോം ടെംപ്ലേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡൈനാമിക് ആയിട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റുകൾ. പിന്നെ load.env. ഓക്കെ. പിന്നെ ഗൂഗിൾ APIക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. OSന്റെ അകത്തുനിന്ന് എൻവയോൺമെന്റിലായിട്ടൊരു ഗൂഗിൾ APIക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ PDF ഫയൽ പാത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫായ്സ് ഫോൾഡറിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോഡറിന്റെ അകത്തോട്ട് PyPDF ലോഡർ PDF ഫയലിനെ നമ്മൾ ലോഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ആക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റർ നമ്മൾ പറഞ്ഞ പോലെ റിക്കർസീവ് ക്യാരക്ടർ ടെക്സ്റ്റ് സ്പ്ലിറ്റർ യൂസ് ചെയ്തിട്ട് ചങ്ക് സൈസ് 800 ആണ്. അപ്പൊ 800 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒരു ചങ്കിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഓവർലാപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100 ക്യാരക്ടേഴ്സ് ഓവർലാപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് നമ്മളുടെ സെന്റൻസിന്റെ അകത്തുനിന്നൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓവർലാപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ചങ്ക്സ് സ്പ്ലിറ്റ് ഡോക്യുമെന്റ്സ് ഡോക്സ്, അത് നമുക്കപ്പം ചങ്ക്സ് ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പൊ ചങ്ക്സ് ആയിട്ട് കിട്ടിയതിനെ നമുക്കിനി എംബഡ് ചെയ്യണം. അപ്പൊ എംബഡിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹഗ്ഗിംഗ് ഫേസിന്റെ അകത്തുനിന്ന് ഈ മോഡൽ എടുത്തു. ഓക്കെ. അപ്പം ഇഫ് OS പാത്ത് എക്സിസ്റ്റ് ഫായ്സ് ഫോൾഡർ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫായ്സ് ലോഡ് ലോക്കൽ ഫായ്സ് ഫോൾഡർ. ഓക്കെ. അപ്പം ഇത് ലോഡ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫയൽസ് ആ ഫോൾഡറിനെ ലോഡ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെക്ടർ സ്റ്റോർ ഇല്ലെങ്കിൽ നമ്മൾ വെക്ടർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫയൽസ് ഡോട്ട് ഫ്രം ഡോക്യുമെന്റ്സ് ചങ്ക്സ് എംബഡിങ്സ്. ഓക്കെ. നമ്മൾ ചങ്ക്സും പാസ് ചെയ്തു. എംബഡിങ്സ് എന്ന് പറയുന്നത് ഇത് ഈ മോഡൽ അതും പാസ് ചെയ്തു. ഓക്കെ. വെക്ടർ സ്റ്റോർ ഡോട്ട് സേവ് ലോക്കൽ ഫയൽസ് ഫോൾഡർ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്രീവറിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഈ റിട്രീവർ ആണ് നമ്മളുടെ വെക്ടർ സ്റ്റോറിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ആദ്യത്തെ 3, ഇവിടെ 3 4 നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ 3 ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ പിന്നെ നമ്മുടെ LLMന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം വെക്ടർ സ്റ്റോർ ഡോട്ട് അസ് റിട്രീവർ സെർച്ച് KWRX, ഈ KRX 3 എന്ന് പറഞ്ഞ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത് നമ്മൾ LLMനെ ഡിഫൈൻ ചെയ്യുന്നു. ചാറ്റ് ഗൂഗിൾ ജനറേറ്റീവ് AI മോഡൽ ഈക്വൽ ടു ജെമിനി 2.5 ഫ്ലാഷ് ടെമ്പറേച്ചർ 0 ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. പിന്നെ നമ്മൾ APIക്ക് ഓൾറെഡി മേളിൽ മെൻഷൻ ചെയ്തുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഓപ്പൺ AI വേണമെങ്കിൽ ഓപ്പൺ AI യൂസ് ചെയ്യാം, ക്ലോഡ് വേണമെങ്കിൽ ക്ലോഡ് യൂസ് ചെയ്യാം, ഏത് LLM വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ജെമിനി ഫ്രീ ആയതുകൊണ്ടാണ് ഈ മോഡൽ എടുത്തേക്കുന്നത്. ഓക്കെ. ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം നമ്മുടെ മോഡലിനോട് ചോദിക്കും ഈ ഇന്നോവാടെക് സൊല്യൂഷൻസിനെ കുറിച്ച്. ഇതാണ് നമ്മുടെ PDF. അപ്പൊ ഈ ഇന്നോവാടെക് സൊല്യൂഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ മോഡൽ പറയും ഒന്നെങ്കിൽ ഹാലുസിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയും. ഓക്കെ. അപ്പം ആൻസറിനെ ഫ്രണ്ട്ലി ക്വസ്റ്റ്യൻ ജനറൽ നോളജ് യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയും. ഓക്കെ. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അറിയത്തില്ലായിരിക്കും. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്. LLM.in ടെസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ടെസ്റ്റ് ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് കൊടുക്കും ജെമിനി 2.5 ഫ്ലാഷിന് തന്നെ. ഓക്കെ. പിന്നെ വരുന്ന പ്രോംപ്റ്റ് ആണ്. ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഫ്രം ടെംപ്ലേറ്റ് യു ആർ എ ഹെൽപ്ഫുൾ അസിസ്റ്റന്റ് യൂസ് ദ ഫോളോവിംഗ് കോണ്ടെക്സ്റ്റ് ടു ആൻസർ ദ യൂസേഴ്സ് ക്വസ്റ്റ്യൻ. If the context does not contain enough information, answer the question using your general knowledge. പിന്നെ കോണ്ടെക്സ്റ്റും ഇൻപുട്ടും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ.
പിന്നെ നമുക്ക് വരുന്ന ഡോക്യുമെന്റ് ചെയിൻ ആണ്. നമ്മളൊരു ചെയിൻ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് സ്റ്റഫ് ഡോക്യുമെന്റ് ചെയിൻ, LLM പ്രോംപ്റ്റ്. അടുത്ത QA ചെയിൻ ആണ്. ക്രിയേറ്റ് റിട്രൈവൽ ചെയിൻ, റിട്രൈവർ ഡോക്യുമെന്റ് ചെയിൻ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വൈൽ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വൈൽ ലൂപ്പിന്റെ അകത്തോട്ട് നമ്മൾ ടെർമിനലിൽ നിന്ന് ഇൻപുട്ട് മേടിക്കുന്നുണ്ട്. അപ്പം റെസ്പോൺസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് മേടിച്ചു, അപ്പോഴത്തേക്കും നമ്മൾ QA ചെയിൻ ഇൻവോക്ക് ചെയ്യും. എന്നിട്ട് ഈ ഇൻപുട്ട് ഈ ക്വറി പാസ് ചെയ്യും. ഓക്കെ, അത് ഇൻപുട്ട് ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് ആയിട്ട് പാസ് ചെയ്യുന്ന ഈ QA ചെയിൻ്റെ ഇങ്ങോട്ട് വരും. എന്നിട്ട് ക്രിയേറ്റ് റിട്രൈവൽ ചെയിനിൻ്റെ അകത്തോട്ട് വരും. അപ്പം ഈ റിട്രൈവറിൻ്റെ അകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സാധനം ഇതേ ഇവിടെ പോയിട്ട് ഈ ക്വസ്റ്റിനും വെക്ടറൈസ് ചെയ്യും. നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ക്വറി പാസ് ചെയ്തിട്ടില്ല, ആ ക്വറിയും വെക്ടറൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് വരും. അതിന്റെ മീനിങ്ങിനോട് അല്ലെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള 3 ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അടുത്ത നമ്മൾ ഡോക്യുമെന്റ് ചെയിനിൻ്റെ അകത്തോട്ട് പോകും. അപ്പൊ ഈ ഡോക്യുമെന്റ് ചെയിനിൻ്റെ അകത്തോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് സ്റ്റഫ് ഡോക്യുമെന്റ് ചെയിൻ, ഇതിൻ്റെ അകത്ത് നമ്മൾ LLM പാസ് ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റും പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രോംപ്റ്റിന്റെ അകത്തോട്ട് അവിടുന്ന് കൊണ്ടുവന്ന കോണ്ടെക്സ്റ്റും പിന്നെ ഇൻപുട്ടും കയറി പോകും. ഓക്കെ, എന്നിട്ട് നമ്മുടെ LLM അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ഇവിടെ ഈ റെസ്പോൺസിന്റെ അകത്ത് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ളത് വെക്ടർ സ്റ്റോറിന്റെ കാര്യത്തിൽ മാത്രം. ഈ ചങ്കിങ്ങിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരാനില്ല, കാരണം നമ്മുടെ LLMന് കോണ്ടെക്സ്റ്റ് ഇല്ല. കോണ്ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് ഡേറ്റനെ പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ എംബഡിങ്ങിന്റെ കാര്യത്തിലാണ് വരുന്നത്. അപ്പം അത് കുറച്ച് ഒന്ന് വെക്ടറൈസേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൈത്തൺ chatbot.py എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അത് ഫായ്സ് ചങ്കിങ് നടക്കണം, പിന്നെ വെക്ടർ സ്റ്റോർ ഉണ്ടാക്കണം. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെക്ടർ സ്റ്റോർ ക്രിയേറ്റ് ആയിട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ index.files എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, index.pkയിലുണ്ട്. index.files-ന്റെ അത് ബൈനറി ഡേറ്റ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂമറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഡോക്യുമെന്റിനെ നമ്മൾ വെക്ടറൈസ് ചെയ്ത ഡേറ്റ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ index.pkലിന്റെ അകത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഇൻഡെക്സിങ്, ഫായ്സിന്റെ ഇൻഡെക്സിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്നതാണ്. അപ്പം ബേസിക്കലി ഒരു വെക്ടർ സ്റ്റോർ, ഒരു ഡേറ്റാബേസ് ഓർത്താൽ മതി. നമ്മൾ അതിൻ്റെ അകത്തുനിന്നായിരിക്കും കറക്റ്റ് മാപ്പ്. ഇപ്പൊ ഡോക്യുമെന്റ്സും കാണും അതിൻ്റെ അകത്ത്, പിന്നെ അതിന്റെ വെക്ടറൈസ്ഡ് ഫോമും കാണും. അപ്പം ആദ്യം വെക്ടറൈസ്ഡ് ഫോമിനെ എടുക്കും, പിന്നെ അത് ഡോക്യുമെന്റുമായിട്ട് മാപ്പ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എടുത്തുകൊണ്ട് തരുന്നത്. അത് അതിന്റെ ഇന്നർ വർക്കിംഗ് ആണ്. നിങ്ങൾ അതിന്റെ ഒരു വെക്ടർ സ്റ്റോർ ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോവാടെക്കിനെ കുറിച്ച് ഒരു വാട്ട് ഈസ് ഇന്നോവാടെക് സൊല്യൂഷൻ അതിന എ വിച്ച് ഈസ് ഫൗണ്ടഡ് ഇൻ 2020 ആൻഡ് ദിയർ കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പം പുള്ളിക്ക് അറിയത്തില്ലെന്നാണ്. ഐ കുഡിൻ ഫൈൻഡ് എനി വെരിഫൈ ഇൻഫർമേഷൻ about a company specifically named Infonova Tech Solution. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ റാഗ് ചാറ്റ് ബോട്ടിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ റാഗ് ചാറ്റ് ബോട്ട് ആൻസർ Innova Tech Solution Adina is a fantastic personal assistant designed to help you manage your daily tasks, appointments and reminders seamlessly. It integrates with all your devices to give you a unified experience. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മുടെ അഡ്രസ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഡോക്യുമെന്റിൽ ഓൾറെഡി ഉണ്ട്. അഡ്രസ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഇത് കണ്ട ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻഫോനോവ ടെക്, അതിന്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദീന എനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചാറ്റ് ബോട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ചാറ്റ് ബോട്ടിന്റെ ഇന്റഗ്രേഷൻ. ഇതൊരു സിമ്പിൾ ചാറ്റ് ബോട്ട് ഇന്റഗ്രേഷൻ ആണ്. ഞാൻ ഇതിന്റെ കോഡെല്ലാം ഗിറ്റ്ഹബിൽ പുഷ് ചെയ്തേക്കാം, എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഗിറ്റ്ഹബിന്റെ ലിങ്ക് കൊടുത്തേക്കാം. റിക്വയർമെന്റ്സ് ഞാൻ അതിന്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.